നമുക്ക് ആ നേരത്തെയുള്ള ദൃശ്യങ്ങൾ കൂടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ഥലത്ത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എടുക്കുന്നതിനാണ് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനെ തടഞ്ഞത്. അവിടെ ആ പാചകശാലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണോ, തലയിൽ ക്യാപ്പൊക്കെ ഉണ്ട്, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണോ പ്രശ്നമുണ്ടാക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? പോലെ ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികളാണ്, ചുമട്ട് തൊഴിലാളികളാണ്. അവർക്ക് ഇവിടെ ജോലിയുള്ളവരാണ്, അവർക്ക് ഈ ജോലി വേണം. അവരുടെ ആവശ്യം ഇതാണ്, അതായത് ഇവർക്ക് ആവശ്യമായ സമയം കൊടുത്തിട്ടുണ്ട്, ആ സമയം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ തൊട്ടടുത്തുള്ളവരാണ്, ഇവിടെ മറ്റുള്ളവരെല്ലാം പറയുന്നത് ഒരു കാരണവശാലും ഇനി ഒരു നിമിഷം പോലും കൊടുക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ കുട്ടികൾക്കുൾപ്പെടെ അസുഖമുണ്ടാകുന്നു, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. നമുക്കിതൊന്ന് കാണിക്കാം സുജയ, അതായത് എന്നിട്ട് അതിലേക്ക് വരാം. ഇത് കണ്ടല്ലോ, ഈ മാലിന്യം കനിഞ്ഞിറങ്ങി ഇവിടെയുള്ള വീടുകളിലേക്ക് പോവുകയാണ്. ഇത്ര ഉയരത്തിലാണ് ഈ മതിലുള്ളത്. ഇതിൻ്റെ അടിയിൽ കൂടി ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെയുള്ള മാലിന്യത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് മിനിഞ്ഞാന്ന് ഇവിടെ പ്രദേശവാസികൾ വരുമ്പോൾ ഇതുപോലെയാണ്. ഇത് ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളത്. ഇത് കൃത്യമായി സംസ്കരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തതാണ്. നേരത്തെ ഇവർ 10 മാസം മുമ്പ് പരാതി പറഞ്ഞ് ആ സമയത്ത് സംസാരിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ 100 കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ നിന്ന് പാചകം ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ടെക്സ്റ്റൈൽസിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് കോർണറിലേക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഇവരുടെ ബേക്കറികളിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ നിന്നാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട സംവിധാനം ഒരുക്കാതെ എങ്ങനെ ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഇവിടെ ജോലിയുള്ള കുറച്ച് ആളുകളാണ് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നാട്ടുകാരുടെ ദുരിതം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല സുജയ. അവരുടെ ഭാഗമുണ്ട്, അവരുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഭാഗമുണ്ട്. പക്ഷേ അതിലുമുപരിയായി നമ്മൾ കാണേണ്ടത് പ്രദേശത്തെ കുട്ടികൾക്ക് നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ചോദിക്കാം ഇവരെടുത്ത് എന്താണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല സാറേ. ഇവിടെ ഈ രാമേന്ദ്രൻ്റെ ഒരു 10-2000 തൊഴിലാളികളുണ്ട് സിറ്റിക്കകത്ത്, എല്ലാം മാർജിൻ ഫ്രീ ആയിട്ട്. അവിടത്തേക്കുള്ള ഫുഡ് മൊത്തം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. അതിന് പ്രത്യേകത വെച്ചാൽ ഈ കിച്ചൺ അധികൃതമായാണ് നടത്തുന്നത്. ഇതിന് ലൈസൻസ് ഇല്ല, ഇതിന് ബോർഡില്ല, ഒന്നുമില്ല. ഈ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഈ ഫുഡ് ഉണ്ടാക്കുന്ന വേസ്റ്റ് മൊത്തം കൊണ്ടുപോകുമ്പോൾ ഡ്രെയിനേജ് സംവിധാനം ഇവിടെ ഇല്ല. ഈ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്ത ഈ കാണുന്ന ഈ വിളയിലാണ് ഈ വേസ്റ്റ് ഇടുന്നത്. ഈ വേസ്റ്റ് കിടന്ന് ഇവിടെ കിടന്ന് നാറുമ്പോൾ ഇത് തൊട്ട് താഴെ കൊണ്ട് കിണറുകൾക്കും വീട്ടുകൾക്കൊക്കെ ഈ വെള്ളം ഊറ്റിറങ്ങി ഇതിൻ്റെ കൊതുവും പുഴുക്കളും ഉള്ള മറ്റുള്ള മാരകമായ അസുഖങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനൊന്ന് ഒഴിവാക്കി കിട്ടണമെന്നാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളുടെ പറ്റുന്നത്. ലോഡിംഗ് തൊഴിലാളികൾ ഇതിനെ എതിർത്ത് രംഗത്ത് വരാൻ കാരണം അത് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. തൊഴിൽ പോകാൻ സാധ്യതയുണ്ട് ഉള്ളൊരു പേടിയല്ല. അവരിങ്ങനെ പറയണത് ഇവിടെ കുളമാണ്, കായലാണെന്നൊക്കെ. 10 മാസം മുമ്പ് നിങ്ങളിവിടെ സംസാരിച്ചല്ലേ ഡീറ്റെയിൽ? അപ്പോൾ ഇതൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അന്ന് ഒരു കാട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പോയി. കുറച്ച് കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫലപ്രദമായി അതായിട്ടില്ല. അതാ പ്രദേശവാസികൾക്കുള്ള ബുദ്ധിമുട്ട് എന്താ ഇതുകൊണ്ടുള്ള ഈ നാറ്റം, ഭയങ്കരമായ നാറ്റം അപ്പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്, വേസ്റ്റ് ഇറങ്ങുന്നുണ്ട്, പറ്റുന്നില്ല. അത്ര നാറ്റമാണ്. ഇപ്പോൾ സാറ് വന്നിപ്പോൾ നാറ്റം കണ്ടില്ല, ആ നാറ്റം തന്നെ. നിൽക്കുന്ന ഈ മണ്ണിന്റെ അടിയിൽ വേസ്റ്റ് ഉണ്ട്. അതാണ് ഈ മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഇത് നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ മണ്ണില്ലായിരുന്നു, അതുപോലെയുള്ള വേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ മണ്ണിട്ടതാണ്. സമയത്താണ് നിങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കുക. ഇതിന് വേണ്ടി ഈ വെള്ളം എങ്ങോട്ടെങ്കിലും അവർ ഷിഫ്റ്റ് ടാങ്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മാനുവൽ ഇട്ട്, അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം എന്തെങ്കിലും ചെയ്ത് ഈ വെള്ളത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ഒന്നും നിങ്ങൾ പറയുന്നത് നമുക്ക് പറയാനില്ല. സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ട് പോകണം താല്പര്യമില്ല. ഈ വെള്ളം ഒഴിവാക്കി കിട്ടുക, ഇതേ മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ടല്ലോ സുജിയ, നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇവർ പറയുന്നത് ഇത് തന്നെയാണ്, ഈ ഇവിടുത്തെ മാലിന്യം ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രദേശവാസികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എത്ര കാലമായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടിപ്പോൾ? ഒരു കൊല്ലമായി തുടങ്ങിയിട്ട്. അതിനും ഈ 1 വർഷത്തിന് മുമ്പേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് പ്രശ്നം, പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാണ്, അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ എന്നിട്ടിപ്പോൾ ഇവരുടെ ഒരു പ്രതികരണം എന്താണ്? ഇവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരന്തരം ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോഴല്ല അവർ പറയുന്നത് 3 ദിവസം 4 ദിവസം കൊണ്ട് ഞങ്ങളിതെല്ലാം മാറ്റും, ഈ വെള്ളക്കെട്ടൊക്കെ മാറ്റിത്തരാം എന്ന് പറയുന്നതല്ലാതെ അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ അവരുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിലൊക്കെ മാലിന്യമാണ്, ഇത് ഒത്തിരി മാലിന്യമാണ്. ഇപ്പം ഇന്ന് മെനിഞ്ഞാന്ന് ഞങ്ങൾ വന്നിട്ട് ഇതേപോലെ പറഞ്ഞതിന് ശേഷമാണ് അവരിവിടെ ഇത്തിരി മണ്ണിട്ടത്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അടിയിൽ അവിടെ കിടക്കുന്ന പോലെയുള്ള ഇതാണ് ഇവിടെ കിടന്നത്. അതേ അവസ്ഥയായിരുന്നു ഇവിടെയും. ഇവിടെ എല്ലാം വാഴയും കീഴയും എല്ലാം ആയിരുന്നു.
കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണോ? എന്താണ് ഇപ്പൊ ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് അസുഖം, പനിയായിട്ട് ഇതോ ആശുപത്രി ഇതായിട്ട് കിടക്കണം, നാറ്റം സഹിക്കാൻ വയ്യ. ഇവിടെ നിന്ന് കൃമി വരെ പുഴു വരെ അങ്ങ് ഞങ്ങളെ വീടിനകത്തോട്ട് ഇറങ്ങണം ഈ മതിലും കഴിഞ്ഞ്. അത്ര സഹിക്കാൻ വയ്യ ഞങ്ങൾക്കിവിടെ. വരുന്നതിന് മുമ്പ് ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി? ഒന്നുമില്ലല്ലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പരിഹരിച്ച് തന്നേ പറ്റുള്ളൂ. ഇത് പറ്റൂല ഞങ്ങളെ മനുഷ്യനെ കൊന്നും കൊണ്ട് ഇവരെന്തിനിങ്ങനെ പണം ഉണ്ടാക്കുന്നത്? മനുഷ്യൻ്റെ ജീവനെടുത്തിട്ട് പറ്റൂല. ഇത് മാറ്റി തന്നേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണോ? സഹിക്കാൻ വയ്യ നാറ്റം. ഞങ്ങൾക്കൊരു മരിപ്പ് വീടായിരുന്നു. മരിച്ച വീട്ടിൽ വന്നിട്ട് ആള് കേൾക്കാൻ ഇവിടെ എന്തൊരു നാറ്റമൊന്നും. നാറ്റമാണ് നിങ്ങളിപ്പോൾ നിന്നിട്ട് നിങ്ങളെ അവസ്ഥ എന്തരാണ് ഇവിടെ?